നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. കേരഗ്രാമം പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ അവഗണന എന്ന് കാണിച്ച് UDF മെമ്പർമാർ പ്രതിഷേധവുമായി രംഗത്ത്. പഞ്ചായത്ത് എഴുതി തയ്യാറാക്കി അവതരിപ്പിച്ച ഭരണസമിതിയിൽ അതൃപ്തി അറിയിക്കുകയും തങ്ങൾക്ക് കൂടി പ്രാതിനിധ്യം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി UDF മെമ്പർമാരായ സാബു എബ്രഹാം, സിസിലി ജോബ്, സന്തോഷ് കുമാർ, ജോസഫ്, സുഭിലാഷ് എന്നിവർ രംഗത്ത് വരികയായിരുന്നു. ഇത് കേര കർഷകരോട് പഞ്ചായത്ത് കാണിക്കുന്ന അവഗണനയാണെന്നും പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവയിൽ ഏതെങ്കിലും ഒരു സ്ഥാനം UDF പ്രതിനിധിക്ക് നൽകണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമായതോടുകൂടി UDF പ്രതിനിധി MK എബ്രഹാമിന് ട്രഷറർ സ്ഥാനം നൽകിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. കൃഷിക്കാരെ തന്നെയാണ് അല്ലാതെ ഇവിടെ പലരും കണ്ണീരന്മാരുണ്ട്, കടലാസ് കൃഷിക്കാരാ. എല്ലാ വാർഡിലും അങ്ങനെ കടലാസുകാരും വന്നല്ല പറ്റുവച്ചാ ഞാന് ഒരു നിർദ്ദേശം വെക്കാൻ പോവുകയാണ്. നിങ്ങൾ അംഗീകരിക്കുന്നെങ്കിൽ അംഗീകരിക്കാം, ഇല്ലെങ്കിൽ ആ 20 പേരെ വെച്ച് തെരഞ്ഞെടുക്കേണ്ടി വരും. ആ നിർദ്ദേശം സതീശൻ ഒന്ന് എഴുതേക്കണേ. സന്തോഷ് അവിടെ നിന്നിലേക്ക്, സഹദേവൻ, ജയപ്രകാശ്, JP, എബ്രഹാം MK, ആരിഫ ഒരു വനിത, മുഹമ്മദ് ഷാ, റോയി ഉമ്മൻ എഴുതേക്കണം. ബദറുദ്ദീൻ എഴുന്നേറ്റ് അല്ല. എന്തുവാ ഇത്? ഇതിൽ സതീശൻ പ്രസിഡന്റ്, സന്തോഷ് വൈസ് പ്രസിഡന്റ്, എബ്രഹാം MK ജോയിന്റ് സെക്രട്ടറിയും, സഹദേവൻ സെക്രട്ടറിയും, ജയപ്രകാശ് ട്രഷററും, ബാക്കി അംഗങ്ങളും. ഇതാണ് നിർദ്ദേശം. അംഗീകരിക്കാൻ ഇതിനേക്കാൾ എത്രയോ മനോഹരമായിരുന്നു. നിങ്ങൾക്ക് ഒരു സ്ഥാനവും തരത്തില്ല, വേറെ ഇരുന്നാൽ മതി, ഇറങ്ങി പോകാൻ പറഞ്ഞിരുന്നു, ഭംഗിയായിരുന്നു. പ്രസിഡന്റ് സ്ഥാനമില്ല, ജനറൽ സെക്രട്ടറി സ്ഥാനമില്ല, ട്രഷറർ സ്ഥാനമില്ല. ഈ 3 ഇല്ലാതെ ജോയിന്റ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ഏതാ JP നിങ്ങളെക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ്. JP CPI ML. നിങ്ങൾ 5 ജന്മം ജനിക്കണം. നിങ്ങള് സാധാ കമ്മ്യൂണിസ്റ്റുകാരാ. അതല്ല ഇരിക്കട്ടെ. ഇതില് പ്രസിഡന്റ് ഈ 3 ഭാരവാഹികളിൽ ഒരെണ്ണമെങ്കിലും ഞങ്ങൾ പ്രതികരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ തരാൻ പറ്റുമോ? പറ്റത്തില്ല. അത് പറഞ്ഞാൽ അല്ല, കുഴപ്പമില്ല. 3 സ്ഥാനങ്ങളുണ്ട്. ആ 3 കീ പോസ്റ്റ്, അത് ഒരു സ്ഥാനമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഭൂരിപക്ഷം 20 പേര് അംഗീകരിക്കുന്നെങ്കിൽ അംഗീകരിക്കാൻ. ഈ നിർദ്ദേശം തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. ഇത് കർഷകരെ സഹായിക്കാനല്ല, ഇത് പച്ചയായ രാഷ്ട്രീയമാണ്. ഞങ്ങളുടെ ഭാഗത്ത് ആരെയും നിങ്ങൾ നോക്കിയാൽ മതി, അത് നോക്കിയാൽ മതി. അതൊക്കെ മര്യാദ കേട്ട സമീപനമല്ലേ? ഈ ഇവിടെ ഒരു ഒറ്റക്കക്ഷി വലിയ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവിടെ ഒരു സാമാന്യം ഇത്രയും 3 പോസ്റ്റ് ഉള്ളിടത്ത് ഞാൻ ചെയ്യുന്നത് ജോയിന്റ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റും ആർക്ക് വേണം? ഇതൊക്കെ ഒരു മര്യാദയില്ലാത്ത സമീപനമല്ലേ? അത് സമവായത്തിൽ കർഷകരെ സഹായിക്കാനാണെങ്കിൽ നിങ്ങൾ അത്തരത്തിലൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണം. എല്ലാം നമ്മുടെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവും. അല്ല, ഞാൻ നേരത്തെ ജോസഫ് ചോദിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡങ്ങളുണ്ടോ? സാറേ, ഉണ്ടോ മാനദണ്ഡം ഉണ്ടോ തെരഞ്ഞെടുപ്പിന്റെ? പിന്നെ അതൊക്കെ തയ്യാറാക്കിയാൽ മതി. ഇപ്പൊ നമുക്ക് നിർബന്ധമൊന്നുമില്ല. നടക്കത്തില്ല. ആർക്കൊക്കെ വോട്ടവകാശമുണ്ട്, അങ്ങനെയൊന്നും നടക്കത്തില്ല. ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റ്, വോട്ടർ പട്ടികയൊന്നും 20 പേര് ഇവിടെ ഇരിക്കുക. അതേ നടക്കുന്നുള്ളൂ. അല്ല ജോസഫ്, ഈ 20 പേരുണ്ടല്ലോ, അവര് പറഞ്ഞോട്ടെ. എല്ലാവരും ഒറ്റ പേജ് വേണോ? എന്തോന്നറിയില്ല. ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞത്. ഞങ്ങൾ വാർഡ് തലത്തിൽ
പിന്നെ 4 പേരുണ്ട്. പിന്നെ 4 പേരുണ്ട്. അവർക്ക് വോട്ടവകാശമുണ്ട്. അവരെന്തിനാ അങ്ങനെ തെരഞ്ഞെടുത്തേ? അവരെന്തിനാ എടുത്തേ? അത് ഞാൻ ചോദിക്കുന്നത് അതിന്റെ മാനദണ്ഡം ഇല്ല, അത് നടക്കില്ല. അതെന്താ പറയാൻ പറ്റാത്ത? കർഷകരെ ശരിയാക്കാനാണെങ്കിൽ ഇത് ശരിയല്ല, അവരെ സഹായിക്കാനാണെങ്കിൽ ഇത് ശരിയല്ല. ശരിയല്ല, ഓരോരുത്തരും ശരിയല്ല. ഒച്ചയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല. അതിനാ നമ്മളൊരു സമവായ ആദ്യമേ പറഞ്ഞത്. നിങ്ങളത് എഴുതി തയ്യാറാക്കി പറയണം. നിങ്ങളത് എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്നു എല്ലാവർക്കും കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ഒരു സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ പറയണോ? കമ്മിറ്റി വായിക്കുകയാണ്. സതീശൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ജയപ്രകാശ്, സഹദേവൻ, നില വായിച്ചെടുത്തിട്ട് പറയാം. സെക്രട്ടറി സഹദേവൻ, സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി സന്തോഷ്, MK എബ്രഹാം ട്രഷറർ, ആരിഫ അംഗം, മുഹമ്മദ് ഷാ അംഗം, റോയി ഉമ്മൻ അംഗം, ബദറുദ്ദീൻ അംഗം. ആരൊക്കെ തമ്മിലടിച്ച് ഏതൊക്കെ സ്ഥാനങ്ങൾ ആരൊക്കെ നേടിയെടുത്താലും കേര കർഷകർ കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടതാണ്. എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.